നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ കാരണം ACCA കുറിച്ച് കൂടുതൽ അറിയാനും ACCA സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹമുള്ളതുകൊണ്ടുമായിരിക്കുമല്ലോ. +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ACCA തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരും പേരൻസും അറിഞ്ഞിരിക്കേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം എന്താണ് ACCA എന്ന് മനസ്സിലാക്കാം. ACCയുടെ ഫുൾ ഫോം അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്സ് എന്നാണ്. ഇതൊരു ഗ്ലോബൽ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡിയാണ്. ഇതിൽ മെമ്പർ ആകാൻ നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി ACCA സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കണം. സാധാരണ ഡിഗ്രി പോലെയല്ല, ACCAക്ക് വ്യത്യസ്തമായ പരീക്ഷാ രീതിയാണ്. ഇതൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയ ഒരു സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ACCA ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 180-ൽ പരം രാജ്യങ്ങളിൽ അക്കൗണ്ടിംഗ് കരിയർ തുടങ്ങാനുള്ള അവസരവും ഉണ്ടാകും. അവിടെയെല്ലാം ഇവർക്ക് നല്ല ഡിമാൻഡും ഉണ്ടാകും. അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, മാനേജ്മെന്റ് കരിയറുകളിലേക്കുള്ള അവസരങ്ങൾ തുറന്നു തരുന്ന ഒരു സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് കൂടിയാണ് ACCA. ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞു പോവാം. എല്ലാ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും അക്കൗണ്ടിംഗ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനായി ലണ്ടൻ അസോസിയേഷൻ ഓഫ് അക്കൗണ്ടന്റ്സ് എന്ന പേരിൽ 1904 ഒരു അസോസിയേഷൻ ലണ്ടനിൽ ആരംഭിച്ചു. 1930-ൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റുമാർ ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രൂപ്പുകളുമായി ലയിച്ചുകൊണ്ട് ഈ അസോസിയേഷൻ വളർന്നു. അങ്ങനെ 1996ഓടെ ACCA മാറി. ഇന്ന് 180 രാജ്യങ്ങളിലായി 2,41,000 അംഗങ്ങളും 5,42,000 വിദ്യാർത്ഥികളുമുള്ള ഏറ്റവും വലിയ അക്കൗണ്ടിംഗ് ബോഡികളിൽ ഒന്നാണ് ACCA. ഇനി ACCA തിരഞ്ഞെടുത്താലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ വാല്യൂ ആണ്. ഇതൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയ ഒരു പ്രസ്റ്റീജിയസ് സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ 180-ലധികം രാജ്യങ്ങളിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും, റെസ്പെക്ട് ചെയ്യും. രണ്ടാമതായി, വൈഡ് റേഞ്ച് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. EY, PwC, ഡിലൈറ്റ്, അക്സെഞ്ചർ പോലുള്ള MNCs എടുത്തു നോക്കിയാലോ, നിങ്ങളുടെ ഡ്രീം കമ്പനിയിലാണെങ്കിലും ഈ ACCA നിങ്ങൾക്ക് മുൻതൂക്കം നൽകും. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഹോങ്കോങ്, ഗൾഫ് രാജ്യങ്ങൾ, UK, യൂറോപ്പ് കൂടാതെ മറ്റ് നിരവധി രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് കരിയർ തുടങ്ങാൻ സാധിക്കും, പെട്ടെന്ന് ഹയർഡ് ആകാനും. അക്കൗണ്ടിംഗ്, ഓഡിറ്റ്, ടാക്സേഷൻ, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് ഫിനാൻസ് പോലെ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് തിരഞ്ഞെടുക്കാനും ഈ സർട്ടിഫിക്കേഷൻ സഹായിക്കും. മൂന്നാമതായി, ഹൈ ഏണിംഗ് പൊട്ടൻഷ്യൽ ആണ്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ഡിവോട്ട് ചെയ്ത് പഠിക്കാനും പരിശ്രമിക്കാനും സ്റ്റുഡൻസ് തയ്യാറാകുന്നത്? അതിന്റെ പിന്നിലെ ഒരു പ്രധാന കാരണം ഇച്ചിരി കഷ്ടപ്പെട്ടാലും അവസാനം നല്ല സാലറി നേടി ലൈഫിൽ സെറ്റിൽ ആകാമല്ലോ എന്ന വിശ്വാസമാണ്. അത് ശരിയുമാണ്. ഒരു ഫ്രഷേഴ്സിന് ഇയർലി അപ്രോക്സിമേറ്റ്ലി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഏൺ ചെയ്യാൻ കഴിയും. ഫ്ലെക്സിബിലിറ്റി ആണ് മറ്റൊരു ഹൈലൈറ്റ്. സാധാരണ കോഴ്സുകൾ പോലെയല്ല, സ്ട്രിക്റ്റ് ആയ ഒരു ഷെഡ്യൂൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമയാനുസരണം പഠിക്കാം, പരീക്ഷ എഴുതാം. അതായത് മറ്റ് ജോലികൾ ചെയ്തും നിങ്ങളുടെ പേസിൽ ഈ പരീക്ഷയ്ക്കായി പഠിക്കാനാവും. ഇനി അഞ്ചാമതായി, എക്സംഷൻസ് ആണ്. ACCA ക്ലിയർ ചെയ്യാൻ സാധാരണയായി 13 പേപ്പേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പേപ്പേഴ്സിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് നമുക്കിനി പേപ്പേഴ്സ് എക്സംഷൻസിനെ കുറിച്ച് സംസാരിക്കാം. മിനിമം +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ACCA എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ മിനിമം 65%, മറ്റ് വിഷയങ്ങളിൽ മിനിമം 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് എലിജിബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ 13 പേപ്പേഴ്സും അറ്റൻഡ് ചെയ്യണം. ഇനി നിങ്ങൾ BCom, MCom, BBA പോലുള്ള ഡിഗ്രി പൂർത്തിയാക്കിയവരാണെങ്കിൽ പേപ്പേഴ്സ് 1 to 4-ൽ എക്സംഷൻസ് നേടാം. അതായത് ബിസിനസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ പേപ്പേഴ്സിൽ. ഇനി BCom + CA ഇന്റർ ഉണ്ടെങ്കിൽ പേപ്പേഴ്സ് 1 to 4, 6 and 8-ൽ എക്സംഷൻ ഉണ്ടാവും. ക്വാളിഫൈഡ് CA കാൻഡിഡേറ്റ്സിന് പേപ്പേഴ്സ് 1 to 9 പേപ്പേഴ്സ് നേരിടേണ്ട ആവശ്യമേ ഇല്ല. ക്വാളിഫൈഡ് CS ആണെങ്കിൽ പേപ്പേഴ്സ് 4-ന് എക്സംഷൻ ഉണ്ടാവും. ഇനി ACCയുടെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിക്കളയാം. 3 ലെവലായി തിരിച്ച് 13 പേപ്പേഴ്സ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഓർക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇതിൽ ഇളവുകൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ലെവല് അപ്ലൈഡ് നോളജ് ലെവലാണ്. ഇതിലെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നിവയാണ്. രണ്ടാമത്തെ ലെവല് അപ്ലൈഡ് സ്കിൽസ് ലെവലാണ്. ഇതിലെ പേപ്പേഴ്സ് വരുന്നത് കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ, പെർഫോമൻസ് മാനേജ്മെന്റ്, ടാക്സേഷൻ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നിവയാണ്. മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലാണ്. ഇതിലെ പേപ്പേഴ്സ് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ, സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്, അതുപോലെ 2 ഓപ്ഷണൽ പേപ്പേഴ്സും വരുന്നുണ്ട്. ഫ്രം അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് ടാക്സേഷൻ, അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. ഇത് കൂടാതെ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് എന്നൊരു ചെറിയ മൊഡ്യൂൾ കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതോടൊപ്പം ACCA സർട്ടിഫിക്കേഷൻ നേടണമെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ റിലവന്റ് വർക്ക് എക്സ്പീരിയൻസും കയ്യിൽ വേണം. മാക്സിമം ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ഈ പരീക്ഷകൾ മറികടക്കാവുന്നതേ ഉള്ളൂ. ACCയുടെ ആദ്യത്തെ 9 പേപ്പറും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ആദ്യത്തെ 4 പേപ്പറുകൾ വർഷം മുഴുവനും ആവശ്യാനുസരണം എഴുതിയെടുക്കാം.
ബാക്കിയുള്ള പരീക്ഷകൾ ഓരോ വർഷവും 4 വിൻഡോസിലായി നടത്തുന്നുണ്ട്. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ. ഓരോ എക്സാം വിൻഡോയിലും നിങ്ങൾക്ക് മാക്സിമം 4 പരീക്ഷകളും ഒരു വർഷത്തിൽ 8 പരീക്ഷകളും അറ്റൻഡ് ചെയ്യാം. അടുത്തതായി എല്ലാവരുടെയും കോമൺ ആയ ഒരു കൺസേൺ പറയാം. ACCA കടുപ്പമല്ലേ, എന്നെ കൊണ്ട് സാധിക്കുമോ? നിലവിൽ പഠിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ACCA വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ടോപ്പ് കമ്പനിയിൽ നല്ലൊരു സാലറിയിൽ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുകൾ തീർച്ചയായും ഉണ്ടാകുമല്ലോ. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി കൃത്യമായ ദിശയിൽ പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. നിങ്ങളുടെ സ്വപ്നം മറ്റൊരാളുടെ അഭിപ്രായത്തിൽ ഒതുങ്ങിപ്പോകരുത്. കാരണം നിങ്ങളുടെ കേപ്പബിലിറ്റി മറ്റൊരാൾക്ക് അറിയണമെന്നില്ല. സോ ബേസിക്കായി എങ്ങനെ പഠിക്കണമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. കുറച്ച് ടിപ്സ് ഞാനിവിടെ പറയാം. ഡീറ്റെയിൽ ആയി എക്സാം പ്രിപ്പറേഷൻ ഹാക്സ് ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ഉടനെ ചെയ്യാം. ACCA സ്റ്റുഡൻസ് എപ്പോഴും ഒരു സ്മാർട്ട് സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കി സിലബസ് അറിഞ്ഞ് അതിനെ പാർട്സായി തിരിച്ചു വേണം പഠിക്കാൻ. ഇതിനൊരു റിയലിസ്റ്റിക് സ്റ്റഡി പ്ലാന്റെ ആവശ്യമുണ്ട്. റിയലിസ്റ്റിക് എന്ന് എടുത്തു പറയാൻ കാരണം ഓൺലൈനിൽ കാണുന്ന സ്റ്റഡി പ്ലാൻ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത് നിങ്ങളുടെ ഷെഡ്യൂളിന് സ്യൂട്ടബിൾ ആയ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. കാരണം ചിലർ ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലർ രാവിലെ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണ്, ചിലർ ബ്രേക്ക് എടുക്കാതെ ഒറ്റ സ്റ്റിച്ചിൽ പഠിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. സോ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ ആദ്യം തന്നെ നിങ്ങൾ ഫോം ചെയ്യുക. അടുത്തത് റിസോഴ്സസ് ആണ്. എപ്പോഴും ഒഫീഷ്യൽ ACCA റിസോഴ്സസ് തന്നെ പഠിക്കാനായി ചൂസ് ചെയ്യുക. ഒഫീഷ്യലി അപ്രൂവ്ഡ് ആയ അല്ലെങ്കിൽ എക്സ്പെർട്ടേഴ്സിന്റെ ഗൈഡൻസിൽ പ്രിപ്പയർ ചെയ്ത എൻട്രി ACCA സ്റ്റഡി മെറ്റീരിയൽസ് പോലുള്ളവ തിരഞ്ഞെടുക്കുക. ഇത് ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആൻഡ് മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. അപ്ഡേറ്റഡ് ആയ കണ്ടന്റ്സ് മാത്രം പഠിക്കാനായി ഉപയോഗിക്കുക. ഇനി ആദ്യം കോർ ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. എന്നിട്ട് സബ് ടോപ്പിക്സ് പഠിക്കുന്നതാണ് ബെറ്റർ. കാരണം സിലബസ് വാസ്റ്റ് ആണ്. അതുകൊണ്ട് മെമ്മറൈസ് ചെയ്യാൻ സ്പെഷ്യൽ ടെക്നിക്സ് പ്ലാൻ ചെയ്യുക. വീക്ക്ലി റിവിഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ACCയുടെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജീസും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച 11 മില്യൺ യൂസേഴ്സ് ഉള്ള എൻട്രി ആപ്പിന്റെ അടുത്ത നാഴികക്കല്ലാകുന്ന ACCA കോഴ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ACCA റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാത്തിനുള്ള ഉത്തരവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.